ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണ വെക്കേഷനായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എങ്ങും പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ കൃഷി ഫാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് മുണ്ടേരി ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. മുണ്ടേരിയിലാണ് കൃഷി ഫാം, ആ ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ വഴിയോരത്ത് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. പുതിയ വീട് പണിതിട്ട് കയറി താമസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് കേട്ടോ. ആ വയനാട് എന്തുകൊണ്ട് പ്രളയം ഉണ്ടായ ആ ഒരു സമയത്താണ് തോന്നുന്നു, വെള്ളം അധികം വന്നിട്ടായിരിക്കും എന്തോ ബാത്റൂമൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. ഉപയോഗിച്ചിട്ട് പോലുമില്ല. പൈപ്പൊന്നും അവർ ശരിക്കും ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് PVC ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇത് ബാത്റൂമിൻ്റെ അകത്ത് ഫുള്ളും ചെളി കയറി അടഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് കുളിമുറിയുടെ അകത്ത് ഫുള്ളും അടിവശം മൊത്തം കൂടെ പൊളിഞ്ഞ് തൊട്ടിലേക്ക് പോയ ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ അതേ വീടിൻ്റെ തന്നെ അതേപോലെ തന്നെയാണ്. ഈ സൈഡ് മൂല ഫുള്ളും പുഴയിലേക്ക് ഇറങ്ങിയ ഒരവസ്ഥയാണ് കേട്ടോ. ആ ഒരു വീടും അതിൻ്റെ ഒരു പരിസരം കണ്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ തോന്നി കേട്ടോ. അതിൽ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ ഇറങ്ങി കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ പകർത്തിയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ മുണ്ടേരി ഫാമിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് അവിടെ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു ജീപ്പിൽ. അപ്പോൾ അതിന് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുത്തു. ജീപ്പ് ട്രെക്കിങ്ങിന് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. 100 രൂപയ്ക്ക് കൊടുത്തെങ്ങാണ്ട് അകത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് കാണാനൊന്നുമില്ല. നേരത്തേക്കുള്ള പോലെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. നേരത്തേക്ക് നല്ല പഴങ്ങൾ, പല ഐറ്റം പഴങ്ങൾ, പച്ചക്കറികളൊക്കെ ആയിട്ട് കായ്ച്ചു നിൽക്കണ ഒരു സമയമൊക്കെ ആയിരുന്നു ഞങ്ങൾ അന്ന് പോയതെന്ന് വെച്ചാൽ വർഷങ്ങളായി ആ ഒരു സമയത്ത് പോയത് കേട്ടോ. ഇപ്പം അതുപോലെയുള്ള ഇതൊന്നും ഇല്ല. ഫാം, പല ഐറ്റം ആട്, കോഴി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അന്ന്. പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടെ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ. 100 രൂപ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെക്കിങ്ങിൽ പോയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്, അത് മാത്രം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തത് കേട്ടോ. കാരണം നമ്മുടെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 കിലോമീറ്ററോളം നമുക്കതിൽ ചുറ്റിക്കണ്ട് കാണാനുണ്ട്. നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് ബോറായി പോകും. ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ബോറടിയൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ കുറച്ച് സ്ഥലം ഫോറസ്റ്റിൻ്റെ ഒരു അകത്തിൽ കൂടെയാണ് ഒരു ട്രെക്കിംഗ് വരുന്നത്, ഓഫ് റോഡ് ട്രെക്കിംഗ് വരുന്നത് ഫോറസ്റ്റിൻ്റെ അകത്തിൽ കൂടെയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ആ ചാലിയാറിൻ്റെ തീരവും അതിൻ്റെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വയനാട്ടിലെ ഒരു മനസ്സിനെ കവർന്നൊരു ദുരന്തം വന്നിട്ടുണ്ടല്ലോ. ആ ഒരു ഓർമ്മ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും കേട്ടോ. പക്ഷേ അതുപോലെയായിരുന്നു ആ ഒരു ചാലിയാറിൻ്റെ തീരമൊക്കെ കിടക്കുന്നത്. പിന്നെ നമുക്ക് വാർത്തയിൽ കണ്ടിട്ടും ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ജോലിക്കാരും അവിടുത്തെ ഒരു പ്രവർത്തകരും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറയണതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ട്രെക്കിങ്ങിൽ അവസാനമാണ് കേട്ടോ ആ ഒരു ഭാഗം കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ കുള്ളം കപ്ലങ്ങ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. കറുമൂസ എന്നൊക്കെ പറയും. പല നാട്ടിലും ഇതിനൊക്കെ പല പല പേരുകളായിരിക്കും കേട്ടോ. കപ്ലങ്ങയാന്നോ കറുമൂസ എന്നോ അങ്ങനെ പല പേരിലും അറിയപ്പെടും. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ആ സൈഡിലൊക്കെ കണ്ടത്. റോസ കൊമ്പുണ്ടല്ലോ, റോസപ്പൂവൊക്കെ അവർ മുളപ്പിച്ചെടുക്കണ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു മലകളൊക്കെ കയറി നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു നല്ല കാഴ്ച എന്ന് പറയാൻ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു, നല്ല വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിങ്ങാണ്ട് ഈ മല ഞങ്ങൾ ജീപ്പിൽ പൊഴിയങ്ങാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് ഇറങ്ങിയതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നല്ല വൈബായിരുന്നു കേട്ടോ. ഇരിക്കാനായിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ സ്റ്റൂള് മോഡൽ ആണ് കേട്ടോ. മരത്തടികൾ കൊണ്ട് അവരങ്ങനെ കൊത്തി പണിത് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇതെവിടെയൊക്കെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതിനി അടുത്ത പ്രാവശ്യത്തേക്ക് ഉള്ളതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്രാവശ്യമുള്ള സൂര്യകാന്തി പൂക്കളും ബന്ദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ഓണത്തിന് നമുക്ക് പൂക്കളിടാനായിട്ട് പൂക്കൾ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൃഷിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നണം കേട്ടോ. പറിച്ചു പോയതിൻ്റെ ബാലൻസൊക്കെ കിടപ്പുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിൽ താഴത്തിൽ കൂടെ വന്ന ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ അതെവിടെയൊക്കെ പൂക്കൾ കുറച്ചൊക്കെ ഉണ്ട്, അവർ പറിച്ച് പോയതിൻ്റെ ബാലൻസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പൂവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ പറിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ താഴേന്ന് കയറി വന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് മലകളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിലെയാണ് നമ്മൾ താഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നത്. പക്ഷെ നമ്മൾ താഴെയുള്ളപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ആടാനും ഒക്കെ ആയിട്ട് വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എവിടെ നിന്നൊക്കെ പൂക്കളൊക്കെ പറിച്ച് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ പൂക്കളെ തൊട്ട് പുറകിലായിട്ട് തന്നെ നീളം പയറുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, അങ്ങനെയുള്ള പച്ചക്കറികൾ, കുറച്ച് ഐറ്റംസ് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.
ഞങ്ങളൊരു ട്രിപ്പിൽ 6 പേരാണ് കേട്ടോ ഉണ്ടായത്. ഡ്രൈവർ അടക്കം 7 പേരുണ്ടായിരുന്നു ഒരു ട്രിപ്പിൽ. അങ്ങനെ ജീപ്പിൽ മുകളിൽ കയറി ചെന്നിട്ട് മുകളിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വരെ കയറി ചെന്ന് അവിടുന്ന് നേരെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ അപ്പുറത്തേക്ക് കാഴ്ചകളൊന്നുമില്ല. അതിൻ്റെ മുകൾ വശമൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു ഫോറസ്റ്റിൻ്റെ സൈഡാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചിറങ്ങി വന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഒരു സൈഡ് തന്നെയായിരുന്നു. പിന്നെ അവരുടെ ഡിസംബറിൽ അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് എന്തോ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പുരോഗമിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വേറെ കാഴ്ചകളൊന്നുമില്ല. അവിടെ നിന്ന് നേരെ തിരിച്ച് ഇപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് വന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഇനി നമുക്കുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ വഴി പോകുമ്പോഴാണ് കേട്ടോ ഫോറസ്റ്റിൽ കൂടെ കുറച്ച് ട്രെക്കിങ് വന്നതും ഓഫ് റോഡ് ട്രെക്കിംഗ് ഒക്കെ ഈ ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളതെല്ലാം. പിന്നെ അവിടുത്തെ പച്ചക്കറികൾക്കാണെങ്കിലും കൃഷികൾക്കാണെങ്കിലും ഫ്രൂട്ട്സിനാണെങ്കിലും ഏതൊരു ഐറ്റംസ് നോക്കുകയാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. അവരതിന് സമയാസമയം വെള്ളവും വളവും ഒരുപോലെ ചെയ്തിട്ടാണ് കേട്ടോ കൃഷി ചെയ്ത് കൊണ്ടുപോകുന്നത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നട്ടിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെ ഒരു ഇത് കാണാനും നമുക്ക് പറ്റും കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ കമ്പിവേലിയൊക്കെ ആന കടന്നു പോകുന്ന സമയത്ത് ചവിട്ടി പൊളിച്ചിട്ടതാണ് കേട്ടോ അവർ പറഞ്ഞത്. ആന അകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോർഡറിലൊക്കെ അവർ എർത്ത് കമ്പി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആ വക വയ്ക്കാതെ ആന കടന്നു വരും കേട്ടോ. പകൽ സമയത്താണെങ്കിലും ആനകളൊക്കെ അവിടെ എപ്പോഴും കാണാറുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യക്കുറവ് കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആനേനെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇടയ്ക്കൊക്കെ 1-2 മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സൂം ചെയ്ത് വീഡിയോയിൽ പകർത്താൻ പറ്റുന്ന അത്രയൊന്നും ഉണ്ടായില്ല. കുറച്ചും കൂടി അകലെയായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്നല്ലാതെ ക്യാമറയിലൊന്നും നമുക്ക് ശരിക്കും പകർത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗമൊന്നും എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് ദൂരം അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ നമ്മൾ പോണ ഒരു വഴിയിൽ തന്നെ കുള്ളൻ പ്ലാവ്, തെങ്ങ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് കേട്ടോ. ഒരു 1-1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ദൂരം യാത്ര ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ചാലിയാറിൻ്റെ ഒരു തീരത്താണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. ഇവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഫുള്ളും, അതായത് ഈ ഒരു സൈഡിലുള്ള അത്രയും ഏരിയകൾ മൊത്തം ആ പ്രളയമൊക്കെ സംഭവിച്ച ഒരു സമയത്ത് വെള്ളമൊക്കെ അധികം വന്നിട്ട് തോടൊക്കെ കവിഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ കരയിൽ നിന്നൊക്കെ കരഭാഗമൊക്കെ വെള്ളത്തിലേക്ക് ചേർന്ന ഒരവസ്ഥയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാട്ടിൽ തന്നെ ഒരുപാട് ആദിവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ ഒരു ആളിരുന്നിട്ട്, ഒരു ചേച്ചി ഇരുന്നിട്ട് പൊന്നരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാലിയാറിൻ്റെ തീരത്ത് പല സൈഡിലായിട്ടും ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടു കേട്ടോ. അവർക്ക് മാത്രമേ കേട്ടോ പൊന്നരിക്കാൻ അവിടെ ഒരു പെർമിറ്റുള്ളൂ, ഈ ആദിവാസികൾക്ക് മാത്രം. ഇതിൻ്റെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വഴിയിൽ നമുക്ക് കാണാൻ പറ്റും ആദിവാസികൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഈ തോടിൻ്റെ, ഈ പുഴയുടെ അപ്പുറത്തെ ഒരു സൈഡിൽ കേട്ടോ. ചാലിയാർ ഇപ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കലങ്ങി മറിഞ്ഞാണ് കേട്ടോ. കലങ്ങി മറിഞ്ഞ് കലക്കമ്പുഴയായിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് ചാലിയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ആ ഒരു സൈഡിൽ നിന്ന് കാടിൻ്റെ അകത്തോട്ടുള്ളൊരു തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് നല്ല കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളമാണ് കേട്ടോ. ഇവിടെ നിന്ന് വന്ന് കൂടുമ്പോഴും അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിപ്പുണ്ട്, ബാക്കിയെല്ലാം കലങ്ങിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതേ പുഴയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് കണ്ടോ ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു മരം വന്ന് മറിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഴത്തടി വയനാട്ടിൽ ആ ഒരു ദുരന്തം കഴിഞ്ഞ ഒരു സമയത്ത് വെള്ളത്തിൽ വന്നതാണ് കേട്ടോ. ഫോറസ്റ്റിൽ എവിടെയോ മരം മറിഞ്ഞ് അടിയിട്ട് അവിടെ നിന്ന് ഒഴുകി വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് അവർ പറഞ്ഞു ഒരുപാട് ബോഡികളൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോഡിയൊക്കെ തപ്പിപ്പോണ സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അവർക്ക് കൂടുതലും ബോഡിയൊക്കെ കിട്ടിയത്. വയനാട്ടിലെ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആൾക്കാർ പുഴയിൽ കൂടെ വന്ന മിക്ക ബോഡികളും കിട്ടിയത് ആ ഒരു മരത്തിൻ്റെയൊക്കെ ഇടക്കുനിന്നും അതിൻ്റെ തടീൻ്റെ മുകളിൽ നിന്നൊക്കെ ആയിട്ടാണെന്നൊക്കെ ഞങ്ങൾ കൂടെ വന്ന ഡ്രൈവറാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അയാൾ മുണ്ടേരിക്കാരനാണ്, സ്ഥിരം ആ ഒരു ഫാമിലെ കൃഷിഭവനിൽ ഡ്രൈവറാണ് കേട്ടോ. ട്രെക്കിങ്ങിന് വേണ്ടി ഓടാനായിട്ട് നിൽക്കുന്ന 3 ജീപ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. ഞങ്ങളവിടെ വന്ന സമയത്ത് ആ ഒരു ജീപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ, 2 എണ്ണം അവർ ഡ്രൈവിങ്ങിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രൈവർ മുണ്ടേരിക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ കുറച്ചൊക്കെ അയാൾക്ക് അറിയണതൊക്കെ ഞങ്ങൾക്ക് അയാൾ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കുള്ളൻ തെങ്ങുകളുണ്ടല്ലോ, ആ ഒരു തെങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തേങ്ങ നട്ടിട്ടുള്ളതാണ് കേട്ടോ. കുറേ തേങ്ങകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല ഐറ്റം തേങ്ങ നോക്കിങ്ങാണ്ട് അവർ കൊണ്ടുവന്ന് നട്ട് വെച്ചേക്കണെയാണ് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മണ്ണ് കൂട്ടി വെച്ചിട്ട് തേങ്ങ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കണ്ണെത്താൻ ദൂരത്തോളം നോക്കിയാൽ കാണാം ഒരുപാട് സ്ഥലം അവരങ്ങനെ തേങ്ങ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
ആ ഒരു ചാലിയാറിൻ്റെ തീരവും പുഴയും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജീപ്പ് എടുത്തു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയിൽ പോകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഇനം മാവുകൾ, പ്ലാവ്, തെങ്ങ്, അങ്ങനെ കവുങ്ങ്, അങ്ങനെ ഒരുപാട്, അതേപോലെ തന്നെ മാങ്കോസ്റ്റി, ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും പച്ചക്കറികളിൽ പെട്ടതാണെങ്കിലും എല്ലാ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് നമുക്ക് നല്ല ഐറ്റം തേങ്ങ വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു വിലയിലേക്കായും വില കുറച്ചാണ് അവിടെ അവരുടെ കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് കിട്ടും കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും മേടിക്കാൻ പറ്റിയില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ മേടിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ കൂടെയാണ് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലും നമുക്ക് ചാലിയാറിൻ്റെ തീരത്ത് കൂടെയാണ് കേട്ടോ. ആ ചാലിയാറിൻ്റെ ഒരു തീരം കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തീരമൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ഈ ഒരു പുഴയും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ വയനാടിൻ്റെ ഒരു ദുരന്തം, നമ്മളെ ഈ ഒരു പുഴയും ആ ഒരു ദുരന്തം എല്ലാം കൂടെ നമ്മൾ റിപ്പോർട്ടർ ചാനലൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് ചാനലൊക്കെ, അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ മനസ്സിൽ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പുഴയും ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുള്ളും അതാണ് കേട്ടോ. ഈ പുഴയ്ക്ക് നേരത്തെ ഇത്രയും വീതി ഒന്നും ഉണ്ടായില്ല. 2018 പ്രളയം കഴിഞ്ഞു, കവളപ്പാറ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ വയനാടിൻ്റെ ഒരു ദുരന്തം, ഇത് രണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടെ വീതി പുഴയ്ക്ക് വന്നതാണ് കേട്ടോ. രണ്ട് സൈഡും ഇടിഞ്ഞ് പുഴയിലേക്ക് ചേർന്നങ്ങാണ്ട് പുഴയ്ക്ക് ഇത്രയും കൂടെ വീതി വന്നതാണ്. നേരത്തെ ഒന്നും ഉള്ള അത്രയും വെള്ളമൊന്നും ഇപ്പോൾ പുഴയിലില്ല കേട്ടോ. മഴക്കാലത്ത് ഒരുപാട് വെള്ളം വരും, നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന അത്രയും വെള്ളം വരും കേട്ടോ. പുഴയൊക്കെ കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് പോലും വെള്ളം കടന്നു വരുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ അതേ ഈ ഒരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫോറസ്റ്റിൽ കൂടെയാണ് കേട്ടോ ഈ ഒരു ട്രെക്കിംഗ് വരുന്നത്. നമ്മൾ ജീപ്പിലൊക്കെ കാശ് കൊടുത്തെങ്ങാണ്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് ഇതൊന്നും ഇല്ലെങ്കിലും നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ട്രിപ്പായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ട്രെക്കിങ്ങിൽ വരുന്നത്. ആന അപ്പുറത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു സൈഡിലൊക്കെ സോളാർ ലൈനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അതൊക്കെ ഒന്നോ രണ്ടോ ഇരത്തടിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ആനയൊക്കെ കടന്നു വന്നത്. ഈ ഒരു പകൽ സമയത്താണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടും ഇതിൻ്റെ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ട് എപ്പോഴും ആനേനെ അവർ കാണാറുണ്ടെന്ന് അവർ പറഞ്ഞു. അവരൊക്കെ സ്ഥിരം ട്രെക്ക് ചെയ്യുന്ന ഈ ഒരു റോഡല്ലേ ഇത്, അപ്പോൾ അവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യക്കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ആനേനൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അത് ഇവിടെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവരവിടെ സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പയും ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് വിശപ്പിന് കഴിക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് അവരവിടെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ട്രെക്കിങ് വീണ്ടും തുടങ്ങി കേട്ടോ. വണ്ടി
1500 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി വന്നത്. ഒരു 5-6 കിലോമീറ്ററോളം നമുക്ക് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം ഒന്നും ചുറ്റി കണ്ട് കഴിഞ്ഞു നമ്മളത് വണ്ടി കയറി ആ ഒരു സ്ഥലത്ത് തന്നെ വണ്ടി എത്തി കേട്ടോ. അപ്പോഴത്തേക്കും ഇത് ഒരുപാട് പേര് അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അടുത്തൊരു ട്രിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ അതേ ഒരു ട്രിപ്പ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു കേട്ടോ. എല്ലാം തന്നെ നമുക്ക് കഴിക്കാനാണെങ്കിലും കുടിക്കാനാണെങ്കിലും എല്ലാത്തിൻ്റെ സെറ്റപ്പും അവർ അതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അവിടെ പോയത്. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേ മക്കൾ നല്ല കളിയാണ് കേട്ടോ. ഇവിടെ കിടന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ വാപ്പ ഈ ഒരു സൈഡിലൊക്കെ പച്ചക്കറികളൊക്കെ ആയിരുന്നു കേട്ടോ നട്ടത്. എല്ലാ ഐറ്റം പച്ചക്കറികളും നമ്മൾ കടയിലൊന്നും അങ്ങനെ പോയി മേടിക്കാറുണ്ടായില്ല. ഈ ഒരു 2 സെൻറ്റ് സ്ഥലത്ത്, നമുക്ക് 6 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് ഉള്ളത്. അതിൽ 4 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ വീട്. ബാക്കിലേക്ക് 2 സെൻറ്റ് സ്ഥലം നമ്മൾ എക്സ്ട്രാ പിന്നെ മേടിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയും സ്ഥലത്ത് വേറെ ഒന്നും ഉണ്ടായില്ല. മെയിനായിട്ടും പച്ചക്കറികൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഒരു തെങ്ങ് ഉണ്ടായിരുന്നു, കായ്ക്കുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു തെങ്ങുണ്ട് കേട്ടോ ഇവിടെ. അല്ലാതെ ഇവിടെ ചേന, ചേമ്പ്, വെണ്ട, പയർ, നമുക്കിവിടെ ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നട്ട് വളർത്തി നമ്മൾ അതിൽ നിന്നാണ് കേട്ടോ വിളവെടുത്തുകൊണ്ട് കറികൾക്കൊക്കെ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു 5-7 വർഷത്തിൻ്റെ ഇപ്പുറത്തേക്ക് വാപ്പ അവിടെ കവുങ്ങാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടെയൊക്കെ പ്രായമായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 5 പെൺമക്കളാണ്. നമുക്കിപ്പോൾ കൊടുക്കാനും മേടിക്കാനും മറ്റൊരാളെ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പാക്ക് കുറച്ചും കൂടിയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ വാപ്പാക്കും ഉമ്മാക്കും മരുന്നൊക്കെ മേടിക്കാനും കഴിക്കാനും എളുപ്പത്തിനാണ് കേട്ടോ അവർ കവുങ്ങ് നട്ടത്. അതാകുമ്പോൾ നമുക്ക് വിളവെടുപ്പ് മാത്രമല്ലേ വരുന്നുള്ളൂ. കൃഷി ഫാമിലെ കാഴ്ചകളും വീട്ടുമുറ്റത്ത് മക്കളെ കളിയും എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉമ്മ നല്ല അടിപൊളി ഗോതമ്പ് പായസം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഗോതമ്പ് പായസമൊക്കെ ഒന്ന് കുടിച്ച് തീർക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.